Hi everyone, today we are going to discuss about polynomials. Poly means what? Poly എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിനി എന്നുള്ളതാണ്. പോളി എന്നുള്ള വേർഡിൻ്റെ മീനിങ് മിനി. നോമിയൽ മീൻസ് ടേംസ്. അപ്പോൾ പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്തായിരിക്കും? ആ വേർഡ് മീനിങ് എന്തായിരിക്കും? ലിറ്ററൽ മീനിങ് മെനി ടേംസ്. അപ്പോൾ പോളിനോമിയൽ മീൻസ് മെനി ടേംസ്. ക്ലിയർ? ഇനി നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എടുത്താൽ അപ്പോൾ അതിൽ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ടേംസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പോളിനോമിയൽസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ടേം മാത്രമുള്ള പോളിനോമിയലിന് നമ്മൾ മോണോമിയൽ എന്ന് പറയും. രണ്ട് ടേംസ് മാത്രമുള്ള പോളിനോമിയൽസിന് നമ്മൾ ബൈനോമിയൽസ് എന്നാണ് പറയാം. മൂന്ന് ടേംസ് ഉള്ളതിനപ്പോൾ നമ്മൾ എന്തായിരിക്കും പറയാം? ട്രൈനോമിയൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോണോമിയൽസിന് എക്സാമ്പിൾ നോക്കിക്കോളൂ. മോണോമിയൽസിന് എക്സാമ്പിൾ അപ്പോൾ ഓൾ ദീസ് ആർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. ഇതെല്ലാം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഒരു ടേം മാത്രമേ ഉള്ളൂ ഇതിൽ. നോക്കൂ, 6 ഒറ്റ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ മോണോമിയൽ. മോണോ മീൻസ് വൺ, ഓൺലി വൺ ടേം. ദെൻ അനദർ എക്സാമ്പിൾ ഓഫ് എ മോണോമിയൽ 5x, only one term. So here there is a variable x and a constant 5, and that 5 is multiplied with that constant 5x. So 5x, there is an into here. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ ഉണ്ട്. അപ്പോൾ 5x ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാക്കേണ്ടത് 5 into x എന്നാണ്. പക്ഷെ നമ്മൾ 5 into x എന്ന് വായിക്കേണ്ട, 5x എന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒറ്റ ഒരു ടേം അല്ലേ ഉള്ളൂ, 5x അല്ലേ? അപ്പോൾ ഒരു ടേം മാത്രമുള്ള ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ മോണോമിയൽ എന്ന് പറയും. അതുപോലെ ഇവിടെ എക്സിൻ്റെ വേരിയബിൾ 1 ആണ് അല്ലേ? എക്സിൻ്റെ വേരിയബിൾ 1 ആണ്. അപ്പോൾ 5x, എക്സ് റേസ് ടു 1 അല്ലേ? അപ്പോൾ അല്ലേ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ദ വേരിയബിൾ എക്സ് ഈസ് 1. ക്ലിയർ? നൗ നെക്സ്റ്റ് -3x², another example of monomial. Then -1/2 x raised to 6. ഇവിടെ x raised to 6. അപ്പോൾ the exponent of the variable x is 6. Clear? And this -1/2 is called coefficient. അപ്പോൾ നമ്മൾ ഈ വേരിയബിളിനോട് കൂടി ഏത് നമ്പറാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ദ വേരിയബിൾ എക്സ് ഈസ് 5. ക്ലിയർ? ഇനി 20x⁸ എന്ന് പറയുമ്പോൾ ഒരു ടേം മാത്രമേ അവിടെ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോമിയൽസ്. അപ്പോൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് മോണോമിയൽസ്. ഓക്കെ, നെക്സ്റ്റ് യു സീ എക്സാമ്പിൾസ് ഫോർ ബൈനോമിയൽ. ബൈനോമിയൽസിന് എക്സാമ്പിൾസ് നോക്കൂ. ബൈ മീൻസ് ടു ടേംസ്. ഓക്കെ, സോ ഇൻ x plus 5 there are two terms, x and 5, and that two terms are added with the operation plus. Therefore x plus 5, there are two terms, x and 5. 2 means by. Therefore this is an example for binomial. ഇനി വേറൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് 3x² - 4. അപ്പോൾ അവിടെ എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ്. ഏതൊക്കെയാണ്? വിച്ച് ആർ ദേ? 3x² and -4. അത് രണ്ടും കൂടി എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 3x² + -4, അതാണ് എന്തായത്? 3x² - 4 ആയത്. ക്ലിയർ? ദെൻ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, 3x² അതുപോലെ 4, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഒന്ന് മറ്റതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്ലിയർ? അപ്പോൾ 3x² - 4. സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ബൈനോമിയൽസ്. ക്ലിയർ? അപ്പോൾ അവിടെ രണ്ട് ടേംസ് മാത്രമുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണിത്. ഇനി എങ്ങനെയാണെങ്കിൽ ട്രൈനോമിയലിന് നിങ്ങളൊരു എക്സാമ്പിൾ പറയാമോ? ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കണം, അതിൽ 3 ടേംസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കിയാലോ. x² + 5x - 3. മറ്റൊരു എക്സാമ്പിൾ x⁹ - 3x² + 7. അനദർ എക്സാമ്പിൾ 3 ടേംസ് ആർ ദർ അല്ലേ? ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അവിടെ എക്സ് വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, അതുപോലെ വേരിയബിൾ ഈസ് റേസ്ഡ് ടു സം ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഈ പവർ എന്തായിരിക്കണം?
ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. എന്താണ് ഹോൾ നമ്പേഴ്സ്? 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ 3 ടേം ആണെങ്കിൽ ട്രൈനോമിയൽസ്. അപ്പോൾ ജനറലി നമുക്ക് പോളിനോമിയൽസ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫോമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പോളിനോമിയൽസിൻ്റെ ജനറൽ ഫോം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് നമ്മളൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾസ് ആണ് എഴുതിയത്. ഇതെല്ലാം പോളിനോമിയൽസ് തന്നെയാണ്. അപ്പോൾ ഒരു ടേം മാത്രമുള്ള പോളിനോമിയൽ മോണോമിയൽ, 2 ടേംസ് മാത്രമുള്ള പോളിനോമിയൽ ബൈനോമിയൽ, 3 ടേംസ് മാത്രമുള്ള പോളിനോമിയൽസ് ട്രൈനോമിയൽ. അങ്ങനെ നമുക്ക് എത്രയും എക്സാമ്പിൾ എഴുതാം. ഇനി ഒരു ജനറൽ, വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ പോളിനോമിയൽ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് നോക്കാം. ക്ലിയർ? നോക്കിക്കോളൂ. a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് എക്സെട്ര പ്ലസ് an-1 x raised to n-1 plus an x raised to n where an not equal to 0. ഇവിടെ ഹയസ്റ്റ് പവർ എന്താണ്? എക്സിൻ്റെ ഏറ്റവും വലിയ പവർ എന്താ? x raised to 0, x raised to 1, x², x³ എക്സെട്ര x raised to n വരെ വന്നില്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ പവറാണ് അല്ലെങ്കിൽ ഡിഗ്രിയാണ് നമ്മൾ ഇവിടെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. അതിവിടെ n ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. n ഈസ് എ ഹോൾ നമ്പർ. n ഈസ് എ ഹോൾ നമ്പർ. ഹോൾ നമ്പർ എന്താണെന്ന് നമുക്ക് അറിയാം. 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, n ഈസ് എ ഹോൾ നമ്പർ. n ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. ക്ലിയർ? അതുപോലെ n ഒരു റേഷണൽ നമ്പർ ആവരുത്, നെഗറ്റീവ് നമ്പർ ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വേർ this a0, a1, a2, a3 etc. an-1 an. അപ്പോൾ ഇതൊക്കെ എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ വേരിയബിളിൻ്റെ കൂടെയുള്ള ഈ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, a0, a1, a2, a3, an-1 an. അപ്പോൾ a0, a1, a2 etc. an-1, an are constants. ക്ലിയർ? അപ്പോൾ ഒരു ഇതാണ് ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. എ പോളിനോമിയൽ, ദ ജനറൽ ഫോം ഓഫ് എ പോളിനോമിയൽ ഈസ്. അപ്പോൾ എന്താണ് പോളിനോമിയൽ എന്ന് ചോദിച്ചാൽ നമുക്കിത് ഉടനടി നിങ്ങൾ പറയാൻ പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ? എ പോളിനോമിയൽ, ദ ജനറൽ ഫോം ഓഫ് എ പോളിനോമിയൽ ഈസ് a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an x raised to n. അവിടെ കൊണ്ട് നിർത്തരുത്. ഇതൊരു പോളിനോമിയൽ ആവാനുള്ള കണ്ടീഷൻ അവിടെ പറയണം. where an not equal to 0 and n is a whole number. This power n is a whole number and a0, a1, a2 etc. an are constants. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒരു പോളിനോമിയൽ ആവുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പോളിനോമിയൽ എന്താണെന്ന് ഡെഫിനിഷൻ പഠിക്കുക, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പോളിനോമിയൽ ആവാനുള്ള കണ്ടീഷൻസ് പഠിക്കുക. ക്ലിയർ? അതിന് എക്സാമ്പിൾ പറയാൻ പഠിക്കുക. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി പോളിനോമിയലിന് ഒരു നമുക്ക് എക്സാമ്പിളും കൂടി എഴുതാൻ പഠിച്ചാലോ? പോളിനോമിയലിന് എക്സാമ്പിൾ. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് a0 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an x raised to n എന്നാണല്ലേ ഞാൻ എഴുതിയത്. അത് നമുക്ക് ടെക്സ്റ്റിൽ ഇപ്പം an തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ an x raised to n പ്ലസ് an-1 x raised to n-1 പ്ലസ് എക്സെട്ര പ്ലസ് a2x² പ്ലസ് a1x പ്ലസ് a0. ഇതിങ്ങനെ n raised to n തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എഴുതാം. a0, a1 അങ്ങനെയും തുടങ്ങാം, അല്ല an-1 അങ്ങനെ ലാസ്റ്റ് ഈ കോൺസ്റ്റന്റ് കിട്ടുന്നത് വരെയും എഴുതാം. എങ്ങനെ എഴുതിയാലും അത് പോളിനോമിയൽ തന്നെയാണ്. ക്ലിയർ? സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ പോളിനോമിയൽ. ക്ലിയർ? വേർ an ഈ x raised to n-ന്റെ കോഎഫിഷ്യന്റ് 0 ആകരുത്. an, an-1 എക്സെട്ര a2, a1, a0 ആർ കോൺസ്റ്റൻസ്. ക്ലിയർ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതിയാലോ? എക്സാമ്പിൾ പോളിനോമിയലിന് എക്സാമ്പിൾ 7x raised to 6 minus 3x raised to 5 plus 2x raised to 4 plus x³ minus x² plus 1. ക്ലിയർ? അപ്പോൾ ഇതൊരു പോളിനോമിയൽ ആണോ എന്ന് നോക്കണം. ക്ലിയർ?
അപ്പോൾ എന്താ നോക്കൂ, ഏതാണ് പോളിനോമിയൽ, ഏത് വേരിയബിളിലാണ് ഈ പോളിനോമിയൽ എഴുതിയിരിക്കുന്നത്? എ പോളിനോമിയലിൽ 1 വേരിയബിൾ. ക്ലിയർ? ഏതാണ് വേരിയബിൾ? എക്സ്. ഓക്കെ. ഇതേപോലെ പോളിനോമിയലിൽ വൈയും നമുക്ക് എഴുതാം. ഈ എക്സിനെ മാറ്റിയിട്ട് വൈ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പോളിനോമിയലിൽ വൈ വരും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണ് ഇവിടെ? എക്സിന് 6 ഉണ്ട്, x⁵5 ഉണ്ട്, x⁴ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് പവർ എടുക്കുക. x⁶ ആണ് ഹയസ്റ്റ് പവർ, 6 ആണ് ഹയസ്റ്റ് പവർ. ഇനി അതിൻ്റെ കോഎഫിഷ്യന്റ് നോക്കുക, 7 അല്ലേ? ഈ 7 നോട്ട് ഈക്വൽ ടു 0 ആണ്. 0 ആവരാൻ പാടില്ല. ഇവിടെ 0 വരരുത് എന്നാണ് പറയുന്നത്. ഓക്കെ. 0 വന്നാൽ ഈ ടേം ഇല്ലാതോ. അപ്പോൾ ഇവിടെ നമ്മളുടെ കണ്ടീഷനിൽ an നോട്ട് ഈക്വൽ ടു 0, 7 നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ നമുക്ക് അതുപോലെ ഈ n ഒരു ഹോൾ നമ്പർ ആണ്. മനസ്സിലായി? ഹയസ്റ്റ് പവറായ n ഒരു ഹോൾ നമ്പർ ആണ്. ക്ലിയർ? therefore this is an example of a polynomial. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പോളിനോമിയൽ എന്താണെന്ന് പഠിച്ചില്ലേ? ഈ ചെറിയൊരു വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോളിനോമിയൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് ടേം, എന്താണ് കോഎഫിഷ്യന്റ്, ക്ലിയർ, എന്താണ് സീറോ പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 3rd വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റിലുള്ള എല്ലാ പ്രോബ്ലംസും എക്സസൈസും സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ പ്രോബ്ലംസും എല്ലാ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ്ലി തറവായിട്ട് പഠിക്കും. അതിനുശേഷം നമ്മൾ RD ശർമ്മ അല്ലെങ്കിൽ മറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ, റെഫറൻസ് ബുക്കുകളിലുള്ള പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നന്നായിട്ട് 2-3 പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.